കോഴിക്കോട് വിലങ്ങാട് വനത്തിൽ കുടുങ്ങിയ സംഘത്തെ കണ്ടെത്തി. 3 പേരെയാണ് കണ്ടെത്തിയത്. ഇവരെ വനത്തിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. കോഴിക്കോട് നിന്ന് അനീഷ് ദേവസിയുണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, കുറേ സമയമായി എല്ലാവരും ആശങ്കയിലായിരുന്നു. ഇവരെ ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു എന്നുള്ള വളരെയധികം ആശ്വാസകരമായ വാർത്ത വരുന്നു. എങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശേഷം അല്പം മുമ്പാണ് ഈ വനത്തിൽ കുടുങ്ങിയ 3 പേരെ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി 7 മണിയോടുകൂടിയാണ് ഈ 3 പേരെ നാദാപുരത്തെ ഈ വനത്തിൽ കാണാതെ പോയത്. തുടർന്ന് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ 12-അംഗ ടീം ഇവിടെ ഈ വനത്തിൽ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിലാണ് ഇപ്പോൾ ഈ 3 പേരെയും കണ്ടെത്തിയിരിക്കുന്നത്. ഈ വാളൂക്ക അത്തായക്കോത്ത് എന്ന സ്ഥലത്ത് നിന്നാണ് വനംവകുപ്പ് ഈ 3 പേരെയും കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെ വനത്തിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഇവരെ വടകര ചോറോട് സ്വദേശികളാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അതായത് ഈ വനത്തിൽ നിന്നും ഈ റോഡിലേക്ക് ഏകദേശം 1.5 മണിക്കൂറിന്റെ ഒരു യാത്രയുണ്ട്. ആ യാത്രയ്ക്ക് ശേഷം ഇവരെ റോഡിൽ എത്തിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് വൈകുന്നേരം 7 മണിയോട് കൂടിയാണ് ഈ 3 യുവാക്കൾ ഈ വനത്തിൽ പോകുകയും അവിടെ കുടുങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഈ നാട്ടുകാരെ നടത്തിയ ഒരു ശ്രമത്തിലാണ് ഇവരെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ നാട്ടുകാർ ഈ വനമേഖലയിൽ ഈ 3 യുവാക്കൾ ഇങ്ങനെ കുടുങ്ങിയതായി ഒരു വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് നാട്ടുകാർ നടത്തിയ ഒരു പരിശോധനയിൽ ഇവരുടെ ബൈക്കുകളും അതുപോലെ തന്നെ ഈ വനത്തിൽ നിന്നും ലൈറ്റും കണ്ടിരുന്നു. തുടർന്ന് ഈ നാട്ടുകാരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിനും വിവരം അറിയിക്കായിരുന്നു. ഇവരെ ഈ വനം വകുപ്പിന്റെ അതുപോലെ ഫയർഫോഴ്സിന്റെയും 12-അംഗ ഒരു ടീം ഇപ്പോൾ വനമേഖലയിൽ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിലാണ് ഇപ്പോൾ 4 മണിക്കൂറുകൾക്ക് ശേഷം ഇവരെ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ അവിടെ നിന്നും ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നു തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അനീഷ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരു കുട്ടിയും ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്? ഈ ആദ്യഘട്ടത്തിൽ ഈ തെരച്ചിൽ നടത്തിയ നാട്ടുകാർ നൽകിയ ഒരു വിവരം അനുസരിച്ച് ഒരു കുട്ടിയുടെ കരച്ചിൽ ഇവിടുന്ന് കേട്ടു എന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. തുടർന്ന് ഒരു കുട്ടിയും 2 മുതിർന്നവരുമാണ് വനത്തിൽ കുടുങ്ങിയെന്നൊരു വിവരമാണ് നമുക്ക് ലഭിച്ചിരുന്നത്. ഇപ്പോൾ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ നിലവിൽ ഈ 3 പേരെ കണ്ടെത്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കൂട്ടത്തിൽ കുട്ടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഏതായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഇവരെ കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ ഇവരെ തിരിച്ച് ഈ റോഡിൽ എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, ഏതായാലും വളരെയധികം ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. കോഴിക്കോട് വിലങ്ങാട് വനത്തിൽ കുടുങ്ങിയ സംഘത്തെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനീഷ, ഇപ്പോൾ ഈ കുട്ടി നേരത്തെ അവരുടെ ബൈക്ക് കണ്ടെത്തി എന്നുള്ള രീതിയിലുള്ള വിശദാംശങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഇവരെ എത്ര സമയത്തിനകം പുറത്തെത്തിക്കാനാകും? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ? ഇവർ ഈ കാടിനുള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വഴിയിൽ ഇവർ ബൈക്ക് വെച്ചിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഈ കാട്ടിൽ യുവാക്കൾ കുടുങ്ങിയിട്ടുണ്ടെന്നൊരു വിവരം നാട്ടുകാർക്ക് ലഭിച്ചത്. ഈ നാട്ടുകാരിൽ പറയുന്ന ഒരു വിവരം അനുസരിച്ച് ഈ ബൈക്ക് കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് ഇവരെ ഇപ്പോൾ കണ്ടെത്തിയ സ്ഥലത്തേക്ക് 1.5 മണിക്കൂറിന്റെ ഒരു യാത്രയുണ്ട്. അതിനുശേഷമേ അവരെ വെളിയിൽ എത്തിക്കുകയുള്ളൂ. ഏകദേശം ഒരു 12 മണിയോടുകൂടി അവരെ വെളിയിൽ എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. ശരി, ഏതായാലും വളരെയധികം ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. വിലങ്ങാട് വനത്തിൽ കുടുങ്ങിയ സംഘത്തെ കണ്ടെത്തിയിരിക്കുന്നു. 3 പേരാണ് നേരത്തെ വനത്തിൽ കുടുങ്ങിയിരുന്നത്. അവരെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതും. അനീഷ് ദേവസിയാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.